ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വെറും മുട്ട റോസ്റ്റ് അല്ല, നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റ് റെസിപ്പി. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് സവാള ചേർക്കുന്നത്. ഞാൻ 2 സവാളയാണ് ചേർക്കുന്നത്. 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ടേ. ഈ വീഡിയോ ഞാൻ ഇടയാൻ മറന്നുപോയി. പോട്ടെ. ഇതൊന്ന് വഴറ്റാം. ഇത് വഴണ്ടി വരുമ്പം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത് മാത്രമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റുക. നിങ്ങൾക്കറിയാമല്ലോ, ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്താണ് നമുക്ക് തക്കാളി ചേർക്കേണ്ടത്. ഞാനിതിലേക്കൊരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് ചേർത്തതിന് ശേഷം ഈ തക്കാളി ഞാൻ നന്നായിട്ടൊന്ന് വാട്ടുന്നുണ്ട്. അതായത് ഒരുപാട് വേവിക്കുന്നില്ല, തക്കാളി ഒന്നും ഉടയ്ക്കുന്നില്ല. ഇതിൻ്റെ ഒന്ന് ഇങ്ങനെ വഴണ്ട് പിന്നെ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ആഴിക്കഴിയുന്ന സമയത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം, ഇത് അടി പിടിക്കാണ്ടിരിക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ചിട്ട് 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിൽ. വെള്ളം ചേർക്കാത്തതിനോട് ശ്രദ്ധിക്കണം, അടുക്കി പിടിച്ചു പോവേ. നമുക്ക് ഒരു 2 വിസിൽ, ഞാൻ അപ്പോൾ ഒരു 2 വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. 2 വിസിൽ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്യുക. വിസിൽ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചു. ആ വെക്കുന്ന സമയത്താണ് ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഇനി പുട്ടിൻ്റെ കൂടെയോ ഒക്കെ പോകുന്നൊരു ടൈപ്പ് എഗ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.